അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കാണില്ലെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രാജ്യസഭയിൽ. അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. വ്യോമയാന മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും വ്യോമയാന മന്ത്രി വ്യക്തമാക്കി. It is called the preliminary report because it can't address all the things and all the questions that we have right now. And what we have done, what the AIB has done, in fact, through the preliminary report is to kind of address what happened. Based on the facts it found out in the CVR, based on the facts it found out from the FDR, and only the facts that it was able to determine was mentioned in the preliminary report. And to come out with the suggestions or to come out with the exact cause of what happened and to come out with the further future action on it can be the Boeing 787 or the series or the fuel switches and many things which have come under question, or the avionics which you have also mentioned in your question. To have a definitive answer and a definitive future correction measures, we have to look at the final report, sir. അച്യുതൻ ഡൽഹിയിൽ ചേർന്നു. അച്യുതൻ, പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രാഥമിക റിപ്പോർട്ടിൽ വിമാനത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച പരാമർശങ്ങളൊന്നുമില്ല. പകരം പൈലറ്റുമാരെ സംശയമുരയിൽ നിർത്തുന്ന ചില വ്യക്തതയില്ലാത്ത പരാമർശങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഈ പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ചില, അതായത് സീനിയർ പൈലറ്റിനെ മാത്രം ആരോപണങ്ങളിൽ നിർത്തുന്ന വാർത്തകളടക്കം പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഇതിലൊരു വ്യക്തത കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്താൻ വ്യോമയാന മന്ത്രാലയത്തിന് എന്തായാലും ബാധ്യതയുണ്ട്. എന്താണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്? സുഹേൽ, രാജ്യസഭയിലെ ചോദ്യോത്തര വേളയിലാണ് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഈ അപകടം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വിശദീകരണം രാജ്യസഭയിൽ നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, ആദ്യമായാണ് ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞത്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ, അവരുടെ സഹായം തേടാതെയാണ് ബ്ലാക്ക് ബോക്സിൻ്റെ ഡീകോഡ് ഇന്ത്യയിൽ നടത്താൻ കഴിഞ്ഞത്. എന്നാൽ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില മാധ്യമങ്ങൾ പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തുന്നു. ഇത് ശരിയായതല്ല, ഇത് അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള വ്യക്തത ഉണ്ടാകും. നിലവിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. മറിച്ച് അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാ കാര്യത്തിലും വിമാനത്തിന് എന്താണ് സംഭവിച്ചത്, അതിനിടയാക്കിയ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വ്യക്തത അന്തിമ അന്വേഷണ റിപ്പോർട്ടിലായിരിക്കും ഉണ്ടാകുക എന്നാണ് പറയുന്നത്. നിലവിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അന്വേഷണം, AIBയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ, ഫൈനൽ റിപ്പോർട്ടിൽ വസ്തുതകളായിരിക്കും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക. ഒരു ഏകപക്ഷീയമായ അല്ലെങ്കിൽ ആർക്കും വേണ്ടിയുള്ള വാദങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ MP മനോജ് ഷാ ഈ പൈലറ്റുമാരെ വില്ലന്മാരായത് എങ്ങനെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു, അത് പാലിച്ചില്ലല്ലോ എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു. അവിടെ പറഞ്ഞത് അതൊരു നിർബന്ധിത മാർഗനിർദ്ദേശമായിരുന്നില്ല, മറിച്ച് എല്ലാ സുരക്ഷാ പരിശോധനകളും ഇതിനു മുൻപും, അപകടത്തിന് മുൻപും ശേഷവും നടത്തി വരികയാണ്. അതിനുശേഷം മാത്രമേ ഒരു വിമാനത്തിന് ടേക്ക് ഓഫിനുള്ള അനുമതി നൽകുകയുള്ളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 250-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടമാണ്. എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വിമാനത്തിന് എന്ത് സംഭവിച്ചു, പകരം പൈലറ്റുമാരെ സംശയമുരയിൽ മാത്രം നിർത്തുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇത് സംബന്ധിച്ച ചോദ്യോത്തരത്തിനാണ് മന്ത്രി മറുപടി നൽകിയത്.